ബൈ ദുരന്തർ ഒരു സ്പൈ ത്രില്ലറാണ്. ഓ, എന്റെ ടൈഗർ പടങ്ങൾ പോലെ തന്നെ ആവോ ഇതും? അങ്ങനെ ആകില്ല ബൈ. ഇത് നമ്മൾ പാകിസ്ഥാനെ പോർട്രേ ചെയ്യുന്നത് അധികം സിനിമകളിൽ അങ്ങനെ കാണാത്ത രീതിയിലാണ്. ഇതിലെന്റെ ഇൻട്രോ സീൻ എങ്ങനെയാണ്? ബൈയുടെ ക്യാരക്ടർ ഇതിൽ ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ നമ്മൾ ഇൻട്രോ ഒക്കെ വളരെ സിമ്പിളായിട്ടേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് മാൻ, ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ് ഇൻട്രോ. ഓ, അങ്ങനെയാണെങ്കിൽ ബായ് തന്നെ എന്തെങ്കിലും സജഷൻ തരാമോ? സജഷൻ മിക്കത്തെ ഒരു കാര്യം ചെയ്യ്. ആദ്യം എൻ്റെ കയ്യിലെ ഈ ബ്രേസ്ലെറ്റ് കാണിക്കണം, എന്നിട്ട് എന്നെ കാണിക്കണം. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ ചെയ്തു. അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാൻ പോയി. ഇതിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ടോ? ഉണ്ടോന്നോ? എക്സ്ട്രീം വയലന്റ് ആയിട്ടുള്ള ഫൈറ്റുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓ, അപ്പൊ എന്റെ ഡൂപ്പുകൾക്കൊന്നും പറ്റാതെ നോക്കണേ. മനസ്സിലായില്ലോ ബൈ. ഫൈറ്റ് സീക്വൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ എന്റെ ഡൂപ്പുകളല്ലേ? അപ്പൊ ആ ഡൂപ്പുകൾക്കൊന്നും പറ്റാതെ നോക്കണം. എനിക്ക് അവരെ കൊണ്ട് പിന്നെയും ഫൈറ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അതുപോലെ ബായ്ക്ക് ഇതിനകത്ത് ലോങ് ഹെയർ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് മാൻ, ഐ ഡോണ്ട് ലൈക്ക് ദി വിഗ്. വിഗ് അല്ല, ഒറിജിനൽ ഹെയർ. VFX ഒരു ലോങ് ഹെയർ അങ്ങ് ആഡ് ആക്കിയാൽ മതി. ഓക്കെ. പിന്നെ കുറച്ച് ബോഡി ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. VFX ഉള്ളപ്പോ നമ്മൾ എന്തിനാണ് വെറുതെ ട്രാൻസ്ഫോം ചെയ്ത് സമയം കളയുന്നത്? ഇതില് സോങ്സ് ഉണ്ടോ? ഹലോ, ഇതില് സോങ്സ് ഉണ്ടോന്ന്? സോങ്സ് ഉണ്ട്. ഇത് ഞാൻ റെട്രോ സോങ്സ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓ, അപ്പൊ നമ്മുടെ അല്ലു അർജുൻ ബായിയുടെ ടോപ്പ് ലേസിപ്പോത്തെ എന്ന് പറയുന്ന പാട്ട് കൂടെ എടുത്തോ. ആ പാട്ടില് എന്റെ ഒരു ഡാൻസ് കൂടെ പ്ലാൻ ചെയ്തേക്ക്. അല്ലു അർജുന്റെ പാട്ടിന് സാറിന്റെ ഡാൻസോ? അതിനെന്താ, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സീത്തിമാർ കണ്ടിട്ടില്ലേ? കൊണ്ടുപോയി. അതുകൊണ്ടാ ചോദിച്ചേ, അത് വേണോ? ഡാൻസ് ഒക്കെ നമ്മൾ VFX ആണല്ലോ ചെയ്യുന്നത്, പിന്നെ എന്തിന് ടെൻഷൻ മാൻ? ഓ, അതും VFX ആണല്ലേ. നൈസ്. അപ്പോൾ നമുക്ക് ഈ പടം എപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അതെന്റെ ഡൂപ്സ് ഫ്രീ ആകുമ്പം ഞാൻ പറയാം. VFX ടീം ഫ്രീ ആകുമ്പം താനും പറ. രണ്ടുപേരും കൂടെ ഫ്രീ ആകുമ്പം നമുക്കങ്ങ് തുടങ്ങാം. ബൈ ദുരന്തർ. അപ്പോൾ പ്രദീപ്, ഇതാണ് നമ്മുടെ കൈദിയുടെ കഥ. കഥയോ? കൈദിയുടെ ഒരു രാത്രി അങ്ങനെ പറയുന്നതായിരിക്കും ഭേദം. അതെ, പക്ഷെ ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ എനിക്ക് കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ട്. സജഷൻസോ? പറയൂ. ഇതിനകത്തുള്ള ആ പോലീസുകാരനുണ്ടല്ലോ, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന മൊബൈലും എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലും തമ്മിൽ മാറിപ്പോകുന്നതായിട്ട് ചെയ്താലോ? അങ്ങനെ ചെയ്താ ഈ സിനിമയുടെ മൊത്തം മൂഡ് മാറിപ്പോയില്ലേ? ഓ, അങ്ങനാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. എൻ്റെ ക്യാരക്ടറും ആ പോലീസുകാരൻ്റെ ക്യാരക്ടറും പണ്ട് ഒരുമിച്ച് ഒരു പരീക്ഷ എഴുതിയെന്നും അവിടെ വെച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെ ആൻസർ ഷീറ്റിലെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ച് ഒരു പോലീസുകാരനാവുന്നതായിട്ട് സെറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? വലിയ രസമൊന്നും കാണില്ല. സാധാരണ ഇങ്ങനെ മാറ്റുന്ന പരിപാടി വർക്കൗട്ട് ആവുന്നതാണല്ലോ. പോട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ പേരായിട്ട് ലേഡി ക്യാരക്ടർ ഒന്നും ഇല്ലേ? ഉണ്ട്. വൈഫിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ പുള്ളിക്കാരെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നില്ല. അത് ശരി. വൈഫിന്റെ പോർഷൻസ് ഒരു നരേഷനിലൂടെ പറയാനാണ് എൻ്റെ ഒരു പ്ലാൻ, അതും സിംഗിൾ ടേക്കിൽ. ഞാൻ എന്നോ ഒരു ഐഡിയ പറയാം. എന്താ ഐഡിയ? എനിക്കൊരു വൈഫും കുട്ടിയും ഉണ്ടല്ലോ. അതെ, കുട്ടിയുടെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്തായാലും ഒന്ന് കേക്ക്. എനിക്ക് ഒരു വൈഫും കുട്ടിയുണ്ട്, പക്ഷെ ആ കുട്ടി എൻ്റെ കുട്ടിയല്ല, അതവളുടെ കാമുകൻ്റെ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടിയെ പോലെ നോക്കുന്ന, ആരും കൊതിക്കുന്ന ഒരു ഹസ്ബൻഡ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 കോടി കൺഫേംഡ്. വാവ്, കിടില. പക്ഷേ ഈ കഥ നമുക്ക് വേറെ ഏതെങ്കിലും പടത്ത് ചെയ്യാം. തൽക്കാലം ഈ പടം ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ഓ, ഇങ്ങനെ ആയിരുന്നാ ഞാൻ പൊളിച്ചേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു മിനിറ്റ്. ഹലോ വിക്കി ബ്രോ. ലവ് സ്റ്റോറിയോ? വാവ്, ഇത് ഞാൻ എന്താണ് മാറ്റുന്നത്? ഫ്യൂച്ചറിലുള്ള ഞാനും പാസ്റ്റിലുള്ള ഞാനുമോ? വാവ്, ഐ എം എക്സൈറ്റഡ്. ക്യാമറ ഇട്. കില്ലാടി, ഇതൊരു 2 പാർട്സ് മൂവിയാണ്. ക്ലൈമാക്സിൽ ഈ പടം എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണോ ഈ 2 പാർട്സ്? അയ്യോ അല്ല കില്ലാടി, ഈ കഥ വളരെ വലുതാണ്, അതുകൊണ്ടാണ് ഈ 2 പാർട്സ്. ഓക്കെ, ഈ പടത്തിന്റെ പേരെന്താ? ദുരന്തർ. ദുരന്തർക്കാ കില്ലാടി എന്നിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഓ, വലിയ രസമൊന്നും കാണില്ല. ഓ, ഇതിന്റെ കഥ എന്താ? ഇതിലെ നായകൻ ഒരു സ്പൈ ആയിട്ട് പാകിസ്ഥാനിലോട്ട് പോകുന്നു. അവിടെ വളരെ ശക്തരായ വില്ലന്മാരുണ്ട്. നായകനും അവരോടൊപ്പം ചേരുന്നു. ഇതിൽ നായികയില്ലേ? ഉണ്ട് സാർ. വില്ലന്മാരുടെ സൈഡിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇതിലെ നായിക. ഓ, അങ്ങനെയാണ് എല്ലാ വില്ലന്മാരെയും വെച്ച് ഒരു പാട്ട് പ്ലാൻ ചെയ്യണം. ബാക്കി പറ.
ക്ലൈമാക്സ് നമ്മുടെ നായകൻ വില്ലനെ കൊന്നിട്ട് ആ വില്ലന്മാരുടെ ഒക്കെ നേതാവുന്നു. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ കഥ. ബാക്കി സെക്കൻഡ് പാർട്ടിൽ. ഓ, ഞാൻ എപ്പോഴും റീമേക്ക് പടങ്ങൾ ചെയ്യുന്നോണ്ടാണല്ലേ താൻ ഈ പടം ചെയ്യാൻ എന്റെ അടുത്ത് വന്നത്? റീമേക്കോ? എന്താ സാർ ഈ പറയുന്നത്? ഇത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയ ഒരു കഥയാണ്. ഇത് റീമേക്ക് അല്ല. താൻ ഇപ്പൊ എന്നോട് പറഞ്ഞ കഥ KGF-ന്റെ അല്ലേ? KGF? ആ, KGF-ലെ നായകൻ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ ഇതിലെ നായകൻ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അതല്ലേ ഉള്ളു വ്യത്യാസം. അല്ല സാർ, ഇത് റീമേക്ക് അല്ല. സാരമില്ല, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ റീമേക്ക് ചെയ്യുന്നത്. പക്ഷെ KGF വേണ്ട. KGF-ന്റെ ഫാൻസ് പ്രശ്നമുണ്ടാക്കും. തനിക്കൊരു പടം റീമേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മോഹൻലാൽ സാറിന്റെ തുടരും എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് നമുക്ക് ബെൻസ് കാക്കില്ലാടി എന്ന് പറഞ്ഞ് റീമേക്ക് ചെയ്യാം. ഞാൻ ലാൽ സാറിനെ വിളിക്കാം. കിതർ ഗയാ? അയാൾ പറഞ്ഞ കഥ KGF-ന്റെ തന്നെയല്ലേ?